നമസ്കാരം. ഒടുവിൽ മോദിക്ക് മുന്നിൽ കിരീടവും ചെങ്കോലും അധികാരത്തിന്റെ സമസ്ത ചിഹ്നങ്ങളും അഹങ്കാരത്തിന്റെ ധാർഷ്ട്യവും ഒക്കെ ഇറക്കി വെച്ച് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തോൽവി സമ്മതിച്ചു. തോൽവിയുടെ രുചി ട്രംപ് വീണ്ടും മോദിയുടെ നിലപാടിൽ നിന്ന് രുചിച്ചു കഴിഞ്ഞു. 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള അമേരിക്കയുടെ സുപ്രധാന പ്രതിരോധ നിയമമായ നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ടിന് US കോൺഗ്രസിന്റെ ഇരുസഭകളും കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. ഏകദേശം $900 ബില്യൺ വമ്പൻ പ്രതിരോധ ബജറ്റാണ് പാസാക്കിയിരിക്കുന്നത്. പ്രസിഡന്റ് ഒപ്പുവെച്ചതോടെ ഈ ചരിത്രപരമായ നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നു. US ഡിഫൻസ് ഓതറൈസേഷൻ ആക്ട് 2026 ഇന്ത്യ അമേരിക്ക പ്രതിരോധ ബന്ധങ്ങളിൽ ഒരു നിർണായക വഴിത്തിരിവാണ്. ലോക രാഷ്ട്രീയത്തിൽ ശക്തി സമതുലിതാവസ്ഥ വേഗത്തിൽ മാറുന്ന ഈ ഘട്ടത്തിൽ ചൈനയുടെ ആക്രോശപരമായ നീക്കങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി എന്ന നിലയിലാണ് ഈ നിയമം രൂപം കൊള്ളാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് മേഖലയും ഇന്ത്യൻ മഹാസമുദ്രവും കേന്ദ്രീകരിച്ച് ഇന്ത്യയെ ഒരു പ്രധാന തന്ത്ര കേന്ദ്രമായി അംഗീകരിക്കുന്ന അമേരിക്കയുടെ സമീപനം ഇന്ത്യയുടെ ആഗോള ഉയർച്ചയെ തുറന്നു പറയുന്ന രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ഇതിനു പിന്നിൽ നരേന്ദ്രമോദിയുടെ വിദേശ നയവും ഉറച്ച നിലപാടുകളും ഉണ്ടെന്ന സത്യം നിഷേധിക്കാനാവില്ല. മോദി അധികാരത്തിലെത്തിയത് മുതൽ ഇന്ത്യയുടെ വിദേശ നയം ഒരു നിശബ്ദ പിന്തുടർച്ചയിൽ നിന്ന് ആത്മവിശ്വാസമുള്ള നേതൃത്വത്തിലേക്ക് ചുവടുമാറി. ആക്ട് ഈസ്റ്റ്, നൈബർഹുഡ് ഫസ്റ്റ്, സാഗർ പോലുള്ള നയങ്ങൾ ഇന്ത്യയെ ഒരു പ്രാദേശിക ശക്തിയിൽ നിന്ന് ആഗോള തന്ത്ര പങ്കാളിയായി ഉയർത്തി. US ഡിഫൻസ് ഓതറൈസേഷൻ ആക്ട് 2026 ഈ മാറ്റത്തിന്റെ ഔദ്യോഗിക അംഗീകാരം കൂടിയാണ്. ഇന്ത്യയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, സാങ്കേതിക കൈമാറ്റം, പ്രതിരോധ വ്യവസായ സഹകരണം, സമുദ്ര സുരക്ഷ എന്നിവ ശക്തിപ്പെടുത്താനുള്ള വ്യവസ്ഥകൾ ഇന്ത്യയെ വിശ്വസനീയ സുരക്ഷാ പങ്കാളിയായി അമേരിക്ക അംഗീകരിക്കുന്നതിന്റെ തെളിവുകളാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയും ദക്ഷിണ ചൈന കടലിലെ ഏകപക്ഷീയ അവകാശവാദങ്ങളും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്കുള്ള അതിന്റെ കടന്നുകയറ്റവും ലോകത്തിന് ഭീഷണിയായ സാഹചര്യത്തിലാണ് ഈ നിയമം പ്രാധാന്യമർഹിക്കുന്നത്. ശ്രീലങ്ക, മാലിദ്വീപ്, ആഫ്രിക്കൻ തീരങ്ങൾ എന്നിവിടങ്ങളിലെ ചൈനീസ് നിക്ഷേപങ്ങൾ പലപ്പോഴും കുടുക്കുകളായി മാറുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ സമുദ്രശേഷിയും തന്ത്രബോധവും അനിവാര്യമാണ്. US നിയമം ഇന്ത്യയെ ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിർത്തുന്നു. ഇത് ഇന്ത്യയുടെ കരുത്തല്ലാതെ മറ്റൊന്നുമല്ല. ഇത്തവണത്തെ ഒപ്പുവെക്കപ്പെട്ട പ്രതിരോധ നിയമം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായി നിയമം ഔദ്യോഗികമായി അംഗീകരിക്കും. ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഒരു അംബാസഡർ അറ്റ് ലാർജ് തസ്തിക സൃഷ്ടിക്കാൻ നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവരടങ്ങുന്ന ക്വാഡ് സഖ്യവുമായുള്ള സഹകരണം, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ ബന്ധം കൂടുതൽ ശക്തമാക്കാനും നിയമം ലക്ഷ്യമിടുന്നു. സൈനികർക്ക് 3.8% ശമ്പള വർധന ഉറപ്പാക്കുന്ന ഈ നിയമം ആഗോളതലത്തിൽ ചൈന, റഷ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ നേരിടാൻ പ്രത്യേക പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഹൈപ്പർസോണിക് മിസൈലുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളുടെ വികസനത്തിനായി വലിയൊരു തുക വകയിരുത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ ചൈനയുടെ വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയെ മുൻനിർത്തിയുള്ള തന്ത്രങ്ങളാണ് 2026 അമേരിക്കൻ പ്രതിരോധ നിയമത്തിന്റെ കാതൽ. ട്രംപ് കാലഘട്ടത്തിലെ അമേരിക്കൻ സമീപനങ്ങൾ ഇവിടെ താരതമ്യം ചെയ്യുമ്പോൾ മോദിയുടെ നേതൃത്വത്തിന്റെ ശക്തി കൂടുതൽ വ്യക്തമാണ്. ട്രംപ് പലപ്പോഴും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും വ്യാപാരവും പ്രതിരോധവും സംബന്ധിച്ച വിഷയങ്ങളിൽ ഇന്ത്യ ഒരിക്കലും തലകുലിച്ചില്ല. ഇന്ത്യ ഫസ്റ്റ് എന്ന നിലപാടിൽ നിന്ന് വിട്ടുനിൽക്കാതെ പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോദി അമേരിക്കയുമായി ബന്ധം മുന്നോട്ട് കൊണ്ടുപോയത്. ഫലമായി ട്രംപിന്റെ ശബ്ദം മാറി. ഇന്ത്യയെ അവഗണിക്കാനോ നിയന്ത്രിക്കാനോ കഴിയാത്ത ശക്തി എന്ന തിരിച്ചറിവിലേക്ക് അമേരിക്ക. US ഡിഫൻസ് ഓതറൈസേഷൻ ആക്ട് 2026 ട്രംപിന്റെ അഹങ്കാര രാഷ്ട്രീയത്തിന് മുന്നിൽ മോദിയുടെ തന്ത്രപരമായ നയതന്ത്രം നേടിയ വിജയം തന്നെയാണ്. ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികൾക്ക് ഈ നിയമം പുതിയ ഊർജം നൽകും. അമേരിക്കൻ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ നിർമ്മാണ ശേഷിയും ഒരുമിക്കുന്നതോടെ ഇന്ത്യ ആയുധങ്ങളുടെ ഇറക്കുമതിക്കാരനിൽ നിന്ന് കയറ്റുമതിക്കാരനിലേക്കുള്ള യാത്ര വേഗത്തിലാക്കും. ഇത് സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിൽ സൃഷ്ടിക്കും ദേശീയ സുരക്ഷയ്ക്കും ഒരുപോലെ ഗുണകരമാകും. മോദിയുടെ ഭരണത്തിൽ പ്രതിരോധം ഒരു ചെലവു കേന്ദ്രമല്ല, മറിച്ചൊരു തന്ത്ര വ്യവസായം എന്ന നിലയിലേക്ക് മാറിയതിന്റെ തെളിവ് കൂടിയാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് ഇനി അനിവാര്യമാണ്. പൈറസി, ഭീകരവാദം, അനധികൃത കടൽ വ്യാപാരം എന്നിവയെ ചെറുക്കാൻ ഇന്ത്യ അമേരിക്ക സഹകരണം ശക്തമാകും. ഇത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ ഉയർത്തുന്നതിനോടൊപ്പം ചെറിയ രാജ്യങ്ങൾക്കും ആശ്വാസമാകും. ചൈനയുടെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ ഒരു സ്ഥിരതയുടെ കേന്ദ്രമായി മാറും. മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ US ഡിഫൻസ് ഓതറൈസേഷൻ ആക്ട് 2026 ഇന്ത്യയുടെ ആഗോള സ്ഥാനം ഉയർത്തുന്ന ഒരു ചരിത്ര രേഖ കൂടിയാവുകയാണ്.
നരേന്ദ്രമോദിയുടെ വിദേശ നയ വിജയം ഇതിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. ട്രംപിന്റെ അനിശ്ചിതത്വങ്ങളും സമ്മർദ്ദങ്ങളും മറികടന്ന് ഇന്ത്യ സ്വന്തം നിബന്ധനകളിൽ ലോകശക്തികളുമായി ഇടപെടുന്ന കാലഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇതൊരു നേതാവിന്റെ വിജയമല്ല, ഒരു രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്.